കടുവ വരുന്നുണ്ട്. എന്താടാ മാമൂല് കൊടുത്താണല്ലോ? കൊടുത്തതാണ്. എന്തെങ്കിലും അത്യാവശ്യമാണ്. ഇതൊക്കെ ഒന്ന് മാറ്റണ്ട. മാറ്റി ഞാൻ മാറ്റി. ഉപചാരം ஒண்ணு வேண்டாம். அந்த மணிகண்ட எங்க? மணிகண்ட வயிற்று வலி சொல்லி இப்பதான் வயிற்று வலியாவது மண்ணாங்கட்டியாவது எங்க அவன்? சார் என்ன நடந்தது முதல்ல சொல்லுங்க சார். அந்த மணிகண்ட ஏதாவது தப்பு? அந்த பொறுக்கி பய ഞാനും പുറത്ത് അകത്ത്. எங்க போனாமே? வயசு காலத்துல ஓட வைக்கிறானே. தங்கச்சி ஒரு சோம்பேறி பையன் இந்த பக்கமா ஓடி வந்தானா? பாக்கலையா? தமிழ்நாடு போலீஸ் ஏமாத்துற. இந்த யூனிஃபார்மோட கௌரவத்தை பத்தி அவன் என்ன நினைச்சிருக்கிறான்? சார் கையெடுத்தாச்சு சார். இந்த வாட்டி அவனை மன்னிச்சிடுங்க சார். மன்னிப்பா? கிடையவே கிடையாது. என்னைக்காவது ஒரு நாள் அவன் கையிலே மாட்டித்தான் தீரும். അതപ്പടി സാർ, ഇത് തമിഴ്നാട് ഏരിയ ആണാലും இந்த இடம் கேரளா தானே. உங்களால எப்படி அரெஸ்ட் பண்ண முடியும்? சட்டம் மட்டும் நீ என்கிட்ட பேச. அதுக்குத்தான் கேரளா போலீஸ்னால வெளியில நிப்பாட்டி இருக்கேன். சாரு கேரளா போலீஸ்ல வெளியில நிப்பாட்டி இருக்க. அவன் அங்க இருக்கட்டும். நீங்க எங்க உட்காருங்க சார். அண்ணன் இது வேண்டாம். சாரே சாப்பிடுங்க சாரே. குடிச்சோளி சாரே. ഇത് രണ്ട് ഫോനാണ്. പതിവ് പരിപാടിയാണല്ലോടാ ഇത്. കളിച്ച് കളിച്ച് മുഖത്തേക്കാരി കൊത്തു കാണും നിന്റെ. എന്റെ കോന്തുണ്ണി മുത്തച്ഛ, എന്റെ അമ്മമ്മേ, അമ്മേ, അയ്യോ രസിടിയായിരുന്നു. അയ്യോ ചൂട്. കണ്ടവരുടെ കയ്യിൽ നിന്ന് തല്ലും കൊണ്ടുവന്ന് കിടന്ന് മോങ്ങുന്നു. പടനായകന്മാരുടെ തറവാടായിരുന്നടാ നമ്മുടേത്. അപ്പൻ അപ്പൂപ്പന്മാര് തൊട്ട് കളരി ഗുരുക്കന്മാരായിരുന്നു. അത് നീ മറക്കരുത്. ദേ മുത്തച്ഛൻ കോന്തുണ്ണി ചേകവർ വരെ ചേരനാട്ട് രാജാവിന്റെ വെട്ടേറ്റാടാൻ മരിച്ചത്. അവരെ പാരേറ്റ് കൊന്നാണല്ലോ കൊണ്ടൊന്നും ഇക്കാലത്ത് പറയാനല്ല അമ്മൂമ്മേ. ഇടി ചടപ്പ് തെറിപ്പിച്ച്. എന്തിനാടാ ഇങ്ങനെ നടപ്പ് തെറിപ്പിക്കണേ? ഈ വയസ്സുകാലത്ത് അമ്മൂമ്മയെ വിഷമിപ്പിക്കണോ? എത്രാമത്തെ അടിയാടാ ഇത്? വേണോന്ന് വെച്ചിട്ടാണ് അമ്മൂമ്മേ. ചാരയം കാണുമ്പോ കുടിക്കണമെന്നും ചാരയം കുടിച്ചാൽ ലഹരി വരും. ലഹരി വന്നാൽ എനിക്ക് ആരെങ്കിലും തല്ലണം, ഇല്ല ആരെങ്കിലും തല്ലുകൊള്ളണം. അയ്യോ പോലീസാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ചൂടാക്കാതെ പോയി നോക്കാം മുമ്മേ. എന്നെ ചോദിച്ചാൽ ഇല്ലെന്ന് പറഞ്ഞേരെ. അവനോടില്ല ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. മോനെ മണിയണ്ടാ, നീ എവിടെയാ? അമ്മൂമ്മ ഇതിനകത്താ. പേടിക്കാടാ, അവരിന്നലെ നിന്നെ കൊണ്ടാക്കിയവരാ. അമ്മൂമ്മ ലുങ്കി ഷർട്ടും ചെറുത്താ. അമ്മൂമ്മ പോ. എന്ത് മണി വാ പറയട്ടെ. ഇടിയുണ്ട്. എവിടെ? എന്ത്? അവിടെ കൊണ്ട് വിട്. ഇടുക്കിയിലെ വനഭൂമി പതിച്ചുകൊടുത്ത രേഖകളിൽ ഇയാൾ കൃത്രിമം കാണിച്ചിട്ടുണ്ട് സർ.
പലയിടത്തും. ഇല്ല സാർ, എനിക്കിതിലൊരു പങ്കുമില്ല. തെളിയിക്കുന്ന രേഖകൾ ഈ ഫയലിലുണ്ട് സാർ. സ്പെഷ്യൽ തഹസിൽദാർ എന്ന നിലയ്ക്ക് ഇയാൾ ഒപ്പിട്ട ഡോക്യുമെന്റ്സ്. മിസ്റ്റർ നമ്പ്യാർക്ക് ഇനി വല്ലതും പറയാനുണ്ടോ? ചെറിയ പിഴവുകൾ വന്നു പോയിട്ടുണ്ട് സാർ, എന്നോട് ക്ഷമിക്കണം. കുറ്റം ചെയ്തവർ ശിക്ഷ ഏൽക്കേണ്ടി വരും. മിസ്റ്റർ മാധവൻ, ഈ ഫയലുകൾ വെച്ചോളൂ. അവിഹിതമായി ഭൂമി കൈവശം വെച്ചിരിക്കുന്നവരെ ഒഴിപ്പിക്കണം. കയ്യേറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം. അതിനുവേണ്ടി എത്ര പോലീസ് ഫോഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. സാർ, ഇവിടെ മാധവൻ കാട്ടിനകത്ത് കയറിയാൽ നമ്മുടെ കഞ്ചാവ് കൃഷി മുഴുവൻ നഷ്ടപ്പെടും. അതിനേക്കാൾ വലിയ പ്രശ്നം, കള്ളറക്കാടുണ്ടാക്കി ഭൂമി കൈവശം വെച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്യും. അവരെ ചോദ്യം ചെയ്താൽ എന്റെ പേരാവും പുറത്തു വരിക. ഞാൻ പലരോടും പണം വാങ്ങിയിട്ടുണ്ട്. റെക്കോർഡുകൾ മുഴുവൻ മാധവന്റെ കയ്യിലാ. പെട്ടെന്ന് വല്ലതും ചെയ്തേ പറ്റൂ.